ചേച്ചി ആരാണ്, ചേച്ചിയുടെ ഫാമിലി എവിടെയാണ്, ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോൾ അത് വെളിപ്പെടുത്തുകയാണ് നിങ്ങളോട്. പ്രായം പറയാൻ മടിയുണ്ടോ? ഇല്ല ഇല്ല. ഇവിടെ വന്നപ്പോൾ ലൈഫ് പഠിച്ചോന്ന് പറയാൻ പറ്റുമോ? ലൈഫ് ഒരുപാട് എന്നെ പഠിപ്പിച്ചു. ഞാൻ പഠിച്ചു. കാരണം 10-12 വർഷം ഞാൻ ലയോള സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇപ്പോഴായാൽ മരുന്നിന്മേൽ നിർത്താം, കുറച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. ഈ തള്ളച്ചിക്ക് എന്തിന്റെ കേടാണ്, തുള്ളിക്കളിക്കുന്ന തള്ളപ്പുഴു, ഇങ്ങനെ പറയുന്ന കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ വഴിക്ക് അങ്ങനെ അങ്ങ് പൊക്കോളും. എനിക്കൊരു ഇൽനെസ്, അപ്പൊ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒരുപാട് കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോൾ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായി മാറി. ചേച്ചി ഒറ്റയ്ക്കായിരുന്നു ലൈഫിൽ? ഒറ്റയ്ക്കായിരുന്നു. എന്നെ മാനസികമായിട്ട് ഒരുപാട് തരം താഴ്ത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുള്ള ഒരു മോട്ടിവേഷൻ ചിലപ്പോൾ എന്നെ ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് വന്ന ഒരു ഇതാണ്, ഇല്ല എനിക്കത് പറ്റും. എന്തെങ്കിലും മാരേജ് പ്രപ്പോസലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അത് അത് യങ്സ്റ്റേഴ്സ്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഖുശ്ബുവിനുള്ളതുപോലെയൊക്കെ അവരെൻ്റെ ഒരു സ്റ്റാച്യു വച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് ആരാധിക്കുകയാണ്. അപ്പം ഇനി ഒരു കല്യാണം കാണും. UK-യിൽ നിങ്ങൾ ഇതുപോലൊരു യുണീക്കായിട്ടുള്ള ആൾക്കാരെ വളരെ റെയറായിട്ടേ കാണുള്ളൂ. അതായത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അതായത് സോഷ്യൽ മീഡിയ, ടിക്ടോക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാണാതിരിക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ ഡാൻസിലൂടെയും പല രീതിയിലും എൻ്റർടൈൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അതിനൊപ്പം തന്നെ പലരും നെഗറ്റീവ് വരെ പറയുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ശരിക്കും ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. റീന ചേച്ചിയാണ്. നമസ്കാരം റീന ചേച്ചി. നമസ്കാരം. ഓക്കെ. അപ്പോൾ റീന ചേച്ചി, നമുക്ക് സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. കാരണം ഒരുപാട് പേര് ചേച്ചിയുടെ വീഡിയോ കാണുന്നൊരു, മില്യൺസ് വരെ കാണുന്നൊരു വീഡിയോസാണ് ചേച്ചി ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ടും പറയുന്നവരുണ്ട്. പക്ഷേ ഇതിലാർക്കും ചേച്ചിയുടെ ഡാൻസ് ആണ് എപ്പോഴും ഹൈലൈറ്റ് അല്ലേ? ചേച്ചിയുടെ ഡാൻസ് ആണ് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഈ ഡാൻസ് അല്ലാതെ ചേച്ചിയുടെ ഒരു വേറൊരു വശം സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയത്തില്ല. നമുക്കിന്ന് അതാണ് സംസാരിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. അപ്പോൾ റീന ചേച്ചി ആരാണ്, ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ചേച്ചി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ ഇതുവരെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു മീഡിയയിലോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ തന്നെ എനിക്ക് മെസ്സേജ് വരുന്നതിൽ ചേച്ചി ആരാണ്, ചേച്ചിയുടെ ഫാമിലി എവിടെയാണ്, എനിക്ക് ആരൊക്കെ ഉണ്ട് വീട്ടിൽ എന്നറിയാനുള്ള ഒരു വളരെയധികം അതിയായ ആഗ്രഹത്തോടുകൂടി പലരും എന്നെ മെസ്സേജുകൾ അയക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോൾ അത് വെളിപ്പെടുത്തുകയാണ് നിങ്ങളോട്. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണെന്ന് നിങ്ങൾക്കറിയാം. പലപ്പോഴും എൻ്റെ വീഡിയോസ് വൈറലായിട്ടുള്ളതിലെല്ലാം ഞാൻ തിരുവനന്തപുരം ലാംഗ്വേജ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ UK-യിലേക്ക് വരുന്നത് 2008 ഒക്ടോബറിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 16 വർഷമായി. അപ്പോൾ ഇവിടെ വന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാനുള്ളൊരു താല്പര്യവും ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഒരു ഡിവോഴ്സി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ചാണ് ഞാൻ UK-യിലേക്ക് വരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ ആദ്യത്തെ മാരേജ് ഡിവോഴ്സ് ചെയ്ത് നാട്ടിൽ വെച്ചായിരുന്നു, അങ്ങനെയാണോ? അതെ. ഓക്കെ. അതെ, ഫസ്റ്റ് മാരേജ് ഞാൻ നാട്ടിൽ വെച്ചായിരുന്നു. പക്ഷെ അത് ഡിവോഴ്സായി. അത് ഡിവോഴ്സായത് വളരെ മ്യൂച്വൽ ആയിട്ടുള്ളൊരു ഡിവോഴ്സായിരുന്നു. അതിലൊരുപാട് വിഷമങ്ങൾ തോന്നി. അതിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടുകൂടി വന്നൊരു സെക്കൻഡ് ലൈഫായിരുന്നു. പക്ഷെ ഒരിക്കലും UK-യിൽ വരണം എന്ന ഒരു മോഹത്തോടു കൂടി ഒന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, അതായത് UK-യിൽ നാട്ടിൽ നിന്ന് UK-യിലോട്ട് ഇത്രയും വർഷം മുമ്പേ വന്നു. അതായത് ചേച്ചി 2008, ഞാൻ 2009, നമ്മളെല്ലാം തിരുവനന്തപുരംകാരാണ്. അപ്പോൾ ഈ ആ കാലഘട്ടത്തിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ അന്നും ആൾക്കാർ വളരെ കുറവാണ്. എന്തൊക്കെ തന്നെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും കുറവുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുത്തെ ലൈഫൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്തായിരുന്നു UK-യുടെ ഒരു UK അന്ന് ഇന്നത്തെ പോലെ മലയാളികൾ ഒരുപാട് കൂടുതലായിട്ട് വന്നിരുന്ന ഒരു സംഭവമായിരുന്നില്ല. ഈവൻ ദോ ഞാൻ ദുബായിൽ നിന്നോ അവിടെ നിന്നൊക്കെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാർ മാത്രമാണ് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ. വളരെ കുറച്ച് നമ്മുടെ ആൾക്കാരെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ വന്ന ടൈമിൽ ഞാൻ വിചാരിച്ചത് ഒരു നല്ലൊരു ലൈഫായിരിക്കാം, സെക്കൻഡ് ലൈഫ് ഒരു വളരെ നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു കൾച്ചർ എനിക്ക് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിരുന്നത് നാട്ടിലൊരു ലയോള സ്കൂളിലെ ടീച്ചറായിരുന്നു.
10-12 വർഷം ഞാൻ ലയോള സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ ഞാൻ ഓൾറെഡി അവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ആ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാൻ വിഷമം ഉണ്ടായില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചേച്ചി ടീച്ചറായിരുന്നു നാട്ടിൽ, അപ്പോൾ ഇവിടെ വന്നിട്ടും എന്ത് പ്രൊഫഷനിലോട്ടാണ് ചേച്ചി മാറിയത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ടീച്ചറായിട്ട് ഞാൻ MA BEd ആണ് ക്വാളിഫിക്കേഷൻ. പക്ഷേങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ടീച്ചിങ് ഇതിലോട്ട് കിട്ടാനായിട്ടൊരു മാർഗമുണ്ടായില്ല. അപ്പം ഞാൻ ഇവിടുത്തെ കൗൺസിലിനെ ഞാൻ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഫുൾ UK നാരിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അങ്ങനെ ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻസ് UK വാലിഡായി. അതിനുശേഷം വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ എന്നുള്ളത് എനിക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ 6 മാസത്തെ ഒരു ട്രെയിനിങ് കോഴ്സ് ചെയ്യണം. പക്ഷെ അതെനിക്ക് ചെയ്യാനായിട്ട് മനസ്സില്ലാത്തത് കൊണ്ടും എത്രയും പെട്ടെന്ന് ഒരു ജോബ് നേടുക എന്നൊരു വാശി എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഏജൻസിയെ സമീപിച്ചു. അവർ ത്രൂ ഞാനൊരു കമ്പനിയിൽ പെട്ടെന്ന് വർക്കിന് കയറുകയായിരുന്നു വിത്തിൻ 1 മന്ത്. അടിപൊളി. ഓക്കെ, അപ്പോൾ വന്ന ഉടനെ തന്നെ ജോലിക്ക് കയറി. അപ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് അങ്ങനെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം ഞാൻ നാട്ടിൽ മലയാളം ടീച്ചറായിരുന്നു. പക്ഷേ BEd ഉണ്ട് അല്ലെങ്കിൽ MA ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ബ്രിട്ടനിൽ ആ സമയത്ത് വരുമ്പോൾ വേറൊരു ബ്രിട്ടൻ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ലാംഗ്വേജ് ബാരിയർ എന്നെ വല്ലാതെ അന്ന് അഫക്റ്റ് ചെയ്തിരുന്നു. കാരണം എവിടെ തുടങ്ങണം, എങ്ങനെയായിരിക്കണം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം വർക്ക് പ്ലേസിൽ നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ച് വിഷമിച്ചു. പക്ഷേ വിത്തിൻ 6 മന്ത്സ് ഞാൻ എല്ലാം തരണം ചെയ്ത് പഠിച്ചെടുത്തു, അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു നല്ലൊരു ലൈഫാണ് ചേച്ചിക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടിയത്. കാരണം വന്ന ഉടനെ ജോലിയായി, അപ്പോൾ ഈ പറഞ്ഞ പോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റി, നമ്മൾ ആഗ്രഹിച്ച പ്രൊഫഷനിൽ തന്നെ നിൽക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ UK ലൈഫാണോ ഇഷ്ടം, നാട്ടിലെ ലൈഫാണോ ഇഷ്ടം, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. കാരണം നമുക്ക് ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ട. പിന്നെ എനിക്കാണെങ്കിൽ വീട്ടിൽ 2 സെർവൻറ്റ്, പിന്നെ ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ കൂടെ. കാരണം പുള്ളിയാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു തരുമായിരുന്നു. പിന്നെ കാറാണെങ്കിൽ കാറ്, വെഹിക്കിൾ, ഞാനൊരിക്കലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. കാരണം അവിടെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ ബസ് എൻ്റെ ഫ്രണ്ടിൽ വരുമായിരുന്നു, സ്റ്റോപ്പിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ വീക്കെൻഡിലാകട്ടെ ഇപ്പം ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ കാർ യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ സിസ്റ്റം മാറി. കാരണം നമ്മൾ തന്നെ ട്രാവൽ ചെയ്യണം. നമ്മളെപ്പോഴും അണ്ടർഗ്രൗണ്ട്, ഓവർഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബസ് ട്രാവൽ ചെയ്യേണ്ട ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ലൈഫ് പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ? അപ്പോൾ ലൈഫ് ഒരുപാട് എന്നെ പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു. കാരണം സെക്കൻഡ് ലൈഫ് പ്രതീക്ഷിച്ച പോലെ അത്രയധികം ഒരു സക്സസ്ഫുൾ ആയില്ല. കാരണം അതിൽ വന്ന ഒരുപാട് മാനസികമായിട്ട് ഞാൻ പോയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പീരീഡ് തന്നെയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ പഠിച്ചത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനത്തെ ഓരോ അവസ്ഥകളിലേക്ക് ഞാൻ മാറേണ്ടി വന്നത്. അപ്പോൾ ഈവൻ ദോ എനിക്ക് തോന്നി ഇപ്പം ക്യാഷ് ആകട്ടെ, ഇപ്പം നമ്മൾ കൊണ്ടുവന്നാലും യൂട്ടിലൈസേഷൻ വന്നു. പിന്നെ അതുപോലെ എനിക്കൊരു ഇൽനെസ്, അപ്പോൾ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒരുപാട് കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോൾ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായി മാറി. അപ്പോൾ അതിൽ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ അത് എപ്പോഴുള്ള കാര്യമാണ്? ഇത് ഒരു 6 ഇയേഴ്സ് ബാക്കാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ലോകത്തിലോട്ട് അപ്പോൾ എപ്പോഴാണ് കയറിയത്? ഈ പറയുന്ന ഇൽനെസ് ഒക്കെ ഉള്ള പീരീഡ് അത് ഓവർകം ചെയ്തതിന് ശേഷം. വെരി ഗുഡ്. അപ്പോൾ അത് ഓവർകം ചെയ്തു? അതെ, ചെയ്തു. ഓക്കെ, നൈസ്. അപ്പോൾ അതിൽ എന്തെങ്കിലും പോസിറ്റീവ് ഇൻഫ്ലുവൻസുകൾ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് വൈസ്? ഞാൻ അന്ന് ആദ്യമായിട്ട് ഹോസ്പിറ്റൽ എന്നോട് യു ആർ എ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഒരുപാട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തരണം ചെയ്തു എന്നത് അതെനിക്കിപ്പോഴും പറയാൻ ഇത്തിരി പാടുണ്ട്. കാരണം ആ പെട്ടെന്ന് കേട്ട ഒരു സിറ്റുവേഷൻ ഞാൻ ഒറ്റയ്ക്ക് അത് എടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും അത് ചെയ്തു. ഇല്ല, അതെനിക്ക് ഒറ്റയ്ക്കായിരുന്നു ലൈഫിൽ? ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചൊരു സപ്പോർട്ടീവ് ആയിരുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പുള്ളി സപ്പോർട്ട് ചെയ്തു ആ ടൈമിൽ. കാരണം ഹോസ്പിറ്റലായപ്പോൾ പുള്ളിക്കും ഒരു സ്ട്രെസ്ഡ് ഔട്ട് വന്നു. കാരണം ആ ഒരു ടൈമിൽ, അപ്പോൾ പുള്ളി എന്ന് പറയുന്നത് ഓരോ ടൈമുകളിൽ
ആ ടൈമിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം പുള്ളിയെ അങ്ങനെ നമ്മളിപ്പം ആരെയും മനഃപൂർവ്വമായിട്ട് പിന്നെ കരിവാരി തേക്കണം എന്നൊന്നും എനിക്ക് രണ്ട് വ്യക്തികളാണ്. അതെ, അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ നേച്ചർ ഉണ്ട്. അതാ പുള്ളിയെ അതായിട്ട് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ എന്നിട്ടും പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ആ ടൈമിൽ ഹെൽപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചേച്ചി, ഇത് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രധാന എലമെന്റ് ഉണ്ടായിരുന്നു? അതായത് ഐ ക്യാൻ സർവൈവ്, അല്ലെങ്കിൽ കാരണം നമ്മൾ ഡൗൺ ആക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ്, ഒരു ഗൂഗിൾ അടിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പ് ഡെഡ് പേഷ്യൻ, അത് ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ലോകം. അപ്പൊ ഇതെങ്ങനെയാണ് ചേച്ചി ഓവർകം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരുന്നു? എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്? മോട്ടിവേറ്റ് ഞാൻ സെൽഫായിട്ട് ഓരോ ടൈമിലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എല്ലാ സാഹചര്യങ്ങളിലും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ അത്രയും നമുക്ക് സിറ്റുവേഷൻ. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് വന്നത് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ പറഞ്ഞത്, ഓക്കെ റീന എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം, അതാണ് എൻ്റെ വിഷ്, എനിക്ക് ഒറ്റയ്ക്ക് മാറിയേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ ലൈഫ് എൻ്റേതായ രീതിയിൽ കൊണ്ടുപോകണം. ഓക്കെ, ഫെയർ ഇനഫ്, അത് ഓപ്പണായിട്ട് പറയുക. അപ്പോൾ തന്നെ ഞാൻ മാറി സെപ്പറേറ്റഡ് ആയി, ഈസ് ഫൈൻ. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകണം എന്നൊരു മോട്ടിവേഷൻ ഞാൻ തന്നെ എടുത്തു. എന്നിട്ട് ലൈഫിനെ അത് ചലഞ്ചിങ് ആയിട്ട് എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിലുള്ള ഓരോ അപ്പോയിൻമെൻറ്റും പോവുകയും ട്രീറ്റ്മെൻറ്റ് എന്താണോ ഡോക്ടർ ഉദ്ദേശിച്ചത് അത് ഞാൻ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് എടുത്തു. ആ ടൈമിലും ഞാൻ യോഗ ചെയ്യുമായിരുന്നു, എക്സസൈസ് ചെയ്യുമായിരുന്നു, എല്ലാം വളരെ റെഗുലറായിട്ട് ചെയ്ത വ്യക്തിയാണ്. ഓക്കെ, അടിപൊളി അടിപൊളി. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ക്യാൻസർ ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ള കാര്യം പോലും. നമുക്ക് ഈ എന്റർടൈൻമെന്റ് സൈഡാണല്ലോ എപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓവർകം ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാക്കാം ചേച്ചി ഒരു നല്ലൊരു ഇൻഡിപെൻഡന്റ് ഒരു ലേഡിയാണ് ഇപ്പൊ തന്നെ ഫ്രം ദ സ്റ്റോറി അല്ലേ, എന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ചേച്ചിക്ക് മക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, അതോ കുട്ടികളുണ്ടോ, എങ്ങനെയാണ് അതിനെ കുറിച്ച് വല്ലതും? എനിക്കൊരു മകനുണ്ട്. അവൻ വന്നിട്ട് ഒരു പൈത്തൺ ഡെവലപ്പറായിട്ട് ഒരു കമ്പനിയുടെ മാനേജറാണ്. അവൻ്റെ കീഴിൽ തന്നെ എനിക്ക് തോന്നുന്നു 3-4 സ്റ്റാഫ്. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അവൻ ഇന്ത്യയിലാണ്, ഇപ്പോൾ കേരളത്തിലാണ്. അവൻ്റെ അപ്പൻ്റെ കൂടെയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെ UK പെർമനന്റ് റെസിഡന്റ് ആണ്. വല്ലപ്പോഴും ഇവിടെ വരാറുണ്ട്, വർഷത്തിലൊരിക്കൽ. 1 മാസം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അടിപൊളി. അത് തന്നെ നമുക്കൊരു ടൈം കിട്ടുക എന്ന് പറയുന്നത് അല്ലേ, നമുക്കൊരു വലിയൊരു ഹാപ്പിനെസ് ഉള്ള ഒരു ടൈമാണല്ലോ. ഓക്കെ, അപ്പോൾ ചേച്ചി അപ്പോൾ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ലൈഫിനെ ചേച്ചി ആദ്യമായിട്ട് അറിയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൈഡിലോട്ട് എന്തുകൊണ്ടാണ് അതിലോട്ട് ഒരു മോട്ടിവേഷൻ വന്നത്? അപ്പോൾ ഓക്കെ, അതിലേക്ക് വരാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഒരു ഹരമുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. കാരണം ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ പുള്ളി ഓൾറെഡി ഈ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുക. ഞാൻ ഒരുപാട് പുള്ളിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് എടുക്കുന്നതിലുമെല്ലാം. അപ്പോൾ ഒരുപാട് പ്രാവശ്യം എന്നെ മാനസികമായിട്ട് ഒരുപാട് തരം താഴ്ത്തിയിട്ടുണ്ട്. നിനക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സംസാരം അതെന്തുകൊണ്ടോ ഞാനത് ഇല്ല, എന്നെക്കൊണ്ട് പറ്റും. ഞാൻ പണ്ട് നാട്ടിലായിരുന്നപ്പോൾ ഏഷ്യാനെറ്റിൽ ന്യൂസ് റീഡിങ്ങിന് വേണ്ടിയിട്ട് അന്നത്തെ ആ ഒരു ഏഷ്യാനെറ്റ് പ്രൊഡ്യൂസർ എന്നെ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഞാൻ UK ഫ്ലൈ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് എനിക്കതിനൊരു താല്പര്യമുണ്ടായിരുന്നു. ഒരു പക്ഷെ അതിനുള്ള ഒരു മോട്ടിവേഷൻ ചിലപ്പോൾ എന്നെ ഡീഗ്രേഡ് ചെയ്തത് കൊണ്ട് അതിൽ നിന്ന് വന്ന ഒരു ഇതാണ്, ഇല്ല എനിക്കത് പറ്റും എന്ന് പറഞ്ഞ് വന്നൊരു ഇതാണ്. അപ്പം ആക്ച്വലി നമുക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് കുറേ സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന, അപ്പോൾ ചേച്ചിക്ക് ഒരു ഫെമിനിസ്റ്റ് മൈൻഡ് ആണോ ശരിക്കും? ഇപ്പോൾ ഉള്ളൊരു അപ്രോച്ച് എന്താണ്? കാരണം മാരീഡ് ലൈഫിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചാണോ, അതോ ഈ പറഞ്ഞ പോലെ ലൈഫിനെ ആസ് ഇറ്റ് ഗോ എന്താണ് നടക്കുന്നത്, ആ ഒരു എന്താണ് ഐഡിയോളജി ചേച്ചിയുടെ ഒരു ലൈഫിൽ? എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നു, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാർ ഒരിക്കലും ഒരു ഡാൻസ് ചെയ്യാൻ മടിക്കും. ഒരു പബ്ലിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് നിന്ന് ഒരു ഡാൻസ് ചെയ്യാൻ മടിക്കും. എന്തുകൊണ്ടാണ്? അവരെപ്പോഴും ചിന്തിക്കുന്നത് നാട്ടുകാർ എന്ത് പറയും. അപ്പം നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് സ്ത്രീകൾക്ക് എന്തിനും പറ്റും, നമുക്ക് ഒരാണിൻ്റെ ആവശ്യം ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന ഒരു ഉപദേശം എനിക്ക് കൊടുക്കാനുണ്ട്. തീർച്ചയായിട്ടും. ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളത്, ചില ലേഡീസ് മീഡിയയിലോ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞ് സൂയിസൈഡിങ് നേച്ചർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെയാണ്, നമ്മൾ ആരാണ്,
നമുക്ക് എന്താണ് മെൻ്റലി ഹാപ്പിനെസ് തരുന്ന അത് നമ്മൾ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. മനസ്സിലായി. അല്ല, അതായത് ചുരുക്കത്തിൽ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ചേച്ചിയെ പോലുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. അത് ഏത് ആസ്പെക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ ഞാൻ സ്ട്രെസ് ചെയ്യണം. അതായത് ഇന്നിപ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിൽ എക്സാം തോറ്റു തൂങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു. പല പല സിമ്പിൾ സില്ലി റീസൺസിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ നമ്മളിവിടെ ഇങ്ങനെ ഒരു ഇത്രയും പ്രജുഡീസ് ആയ ഒരു സോഷ്യൽ മീഡിയയുടെ അകത്ത് കുറേ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അല്ലേ. അവരുടെ മുമ്പിൽ ചേച്ചി സ്ട്രോങ് ആയിട്ട് നിന്ന് കാണിക്കുന്നിടത്ത് ലൈഫ് ക്യാൻ ഓൾവേസ് ഗോ ഓൺ അല്ലേ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലേ, നമ്മുടെ ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ് ലൈഫ് എന്നുള്ളതാണ് ചേച്ചിയുടെ ഒരു മെസ്സേജ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്തായാലും ചേച്ചി അടിപൊളി, ഇത്രയും നേരം കുറേ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞതിന്. നമുക്കിനി സോഷ്യൽ മീഡിയ ലൈഫിനെ കുറിച്ച് കുറേ ചോദിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. പ്രായം പറയാൻ മടിയുണ്ടോ? ഇല്ല ഇല്ല. ഇപ്പോഴായാൽ മരുന്നിന്മേൽ നിർത്താം, കുറച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. ഈ തള്ളച്ചിക്ക് എന്തിന്റെ കേടാണ്, തുള്ളിക്കളിക്കുന്ന തള്ളപ്പുഴു, ഇങ്ങനൊക്കെ പറയുന്ന കമന്റുകളാണ് അതെ, അത് അതിന്റെ വഴിക്ക് അങ്ങനെ അങ്ങ് പൊക്കോളും. വേറൊരാൾ എന്ത് ചെയ്യുന്നു എന്നത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മെന്റൽ ഹാപ്പിനെസ് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തെങ്കിലും മാരേജ് പ്രപ്പോസലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അത് അത് യങ്സ്റ്റേഴ്സ്. പക്ഷെ അവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഖുശ്ബുവിനുള്ളത് പോലെയൊക്കെ അവരെന്റെ ഒരു സ്റ്റാച്യു വച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് ആരാധിക്കുകയാണ്. അപ്പൊ ഇനി ഒരു കല്യാണം കാണും.